അപ്പൊ എനിക്ക് താൻ ഡയറി എഴുതുന്ന സ്വഭാവമുണ്ടോ? ഡയറി നേരത്തെ എഴുതുമായിരുന്നു, ഇപ്പൊ ഇല്ല. ഈ അമ്മയെ കുറിച്ചുള്ള ഓർമ്മകൾ എന്താ? ഡയറിയിൽ അമ്മയെ കുറിച്ച് എന്തൊക്കെയോ താങ്കൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാരും പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. എന്റെ സരസു അറിയാത്ത ഒരുപാട് കാര്യമുണ്ട്. സരസുവിനെ ഈ നിതീഷിനെ കൊണ്ട് കെട്ടിപ്പിക്കുമ്പോ നിങ്ങൾക്ക് മാല എടുത്തു തരാൻ വിളിച്ച ആരെയാണെന്നറിയോ? എന്നെ ആയിരുന്നു. കലൈവരം ജോസ് എന്നെയായിരുന്നു വിളിച്ചത്. പക്ഷെ എനിക്ക് ഇവിടുത്തെ ചില അലച്ചിലുകൊണ്ട് വരാൻ പറ്റാഞ്ഞാ. സാർ വന്നിരുന്നെങ്കിൽ അത് ഭയങ്കര സന്തോഷമാണ്. ഞാൻ അത് ജോസ് മുന്നേ പറഞ്ഞു. ഞാൻ പക്ഷേ നിങ്ങളുടെ ഈ കല്യാണ കാര്യങ്ങളൊക്കെ തന്നെ വാർത്തയിലൊക്കെ പറഞ്ഞല്ലോ. ഇല്ല, മനസ്സുകൊണ്ട് ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കാര്യം സരസുവിന്റെ ഇത്രയും ഒരു വല്ലാത്തൊരു ബാല്യവും. കാരണം ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെന്നറിയാം, താങ്കളൊരു IAS ആകുക എന്ന ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമൊന്നുമല്ല. പക്ഷേ താങ്കളൊരു IAS ആകണം എന്ന് പറയുന്നത് ഇത്രയും കഠിനമായ ജീവിത സാഹചര്യത്തിൽ വന്ന ഒരാൾ ശ്രമിച്ചാൽ ഒരു ഔദ്യോഗികമായ ഒരു ഉയരം, അത് ഔത്തുകങ്ങളിൽ എത്താൻ പറ്റുമെന്ന് സമൂഹത്തോട് വിളിച്ചു പറയാൻ അല്ല വലിയ കാര്യമൊന്നുമില്ല. താനിപ്പോൾ ഒരു സ്വകാര്യ ജോലിക്ക് പോയാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഡോക്ടർ ദിവ്യായി പറഞ്ഞു തരും, ഇതിന്റെ 4 ഇരട്ടി ശമ്പളം താങ്കൾക്ക് ജീവിതത്തിൽ കിട്ടും. അതല്ല, ശമ്പളമല്ല അതിന്റെ. നമ്മുടെ ജീവിതത്തിലെ കുറെ ഇടിപ്പടികൾ കടന്നു പോകാൻ നമ്മുടെ ജീവിതത്തിന്റെ കഠിനമായ ബാല്യം നമ്മളെ പ്രേരിപ്പിച്ചു എന്ന് മറ്റുള്ളവരോട് പറയാൻ വേണ്ടി താങ്കളൊരു സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകും. അത് മാത്രമല്ല, അങ്ങനെ ഒരു സിവിൽ സർവീസുകാരി ഉണ്ടാക്കി എന്നുള്ള ഉത്തരവാദിത്വവും കലൈവരം ജോസിന് മാത്രം അവകാശപ്പെടാം. ഓക്കെ, അതുപോലെ ഒരുപാട് സാധുക്കളെ സഹായിക്കാം. ആഗ്രഹം അത് തന്നെയാണ്. കാരണം എന്റെ ലൈഫ് കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ജോസ് എന്താ പറഞ്ഞു തന്നിട്ടുള്ളത്? സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്നാ പറഞ്ഞിട്ടുള്ളത്? എല്ലാവരും ഉണ്ട്. കാരണം മറ്റുള്ള ഒരാൾ വീണ് കഴിഞ്ഞാൽ അയാൾ താങ്ങാനുള്ള ഒരു മനസ്സ് എപ്പോഴും നമുക്ക് വേണമെന്ന് പപ്പ പറയാറുണ്ട്. എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നോ അത് ചെയ്യാം. പ്രതിഫലം നോക്കണ്ട, നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് എന്ത് പറ്റുന്നോ അത് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്. എപ്പോഴും അമ്മയെ കുറിച്ചുള്ള ഓർമ്മകൾ എന്താണ്? അമ്മയെ കുറിച്ച് ഓർമ്മകൾ സാർ, ഞാൻ ഈ കല്യാണമൊക്കെ കാണാൻ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെയുള്ള എന്റെ ജീവിതത്തില് ഏറ്റവും നഷ്ടം എന്ന് പറയാം, എനിക്ക് ഇനി എത്ര കോടികൾ കിട്ടിയാലും ആ ഒരു നഷ്ടം മാറത്തില്ല സാർ. കാരണം എന്റെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് എന്റെ അമ്മ മരിച്ചു പോയതാണ്. കാരണം കല്യാണ സമയത്ത് മാത്രമല്ല, എനിക്കൊരു എക്സാം വന്നാലോ അല്ലെ ഒരു പനി വന്നാൽ പോലും ഒരു അമ്മയുടെ സാന്നിധ്യം വേണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഭയങ്കര നഷ്ടമാണ്. ഇപ്പം അമ്മയുടെ സ്ഥാനത്ത് മമ്മി ഉണ്ടെങ്കിലും എന്റെ സ്വന്തം അമ്മ എന്റെ അടുത്തില്ലെങ്കിൽ അത് വിഷമം. ഒരുപാട് ഓർത്തു പോയി അല്ലേ? ആ ഒരു ഫീലിങ്സ് അറിയാൻ പറ്റിട്ട് എന്റെ ഈ ഒരു വയസ്സ് വരെ എനിക്ക് ഭയങ്കര വിഷമം. എന്റെ അമ്മ കൂടില്ലാത്ത എന്റെ കല്യാണത്തിന് പോലും ഒരാഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. ജീവനോടുണ്ടായിരുന്നു. ഇപ്പൊ സന്തോഷിച്ചാണ് അമ്മ ഒത്തിരി. പക്ഷെ എനിക്ക് വിഷമില്ല സാർ. കാരണം ഇപ്പൊ എന്റെ അമ്മയുടെ സ്ഥാനത്ത് എന്റെ മമ്മി ഉണ്ട്, എന്നെ പൊന്നുപോലെ നോക്കുന്നത്. പിന്നെ മനുഷ്യനല്ലേ. വാത്സല്യം എങ്ങനെയായിരുന്നു അമ്മയുടെ? എന്റെ അമ്മയുടെ വാത്സല്യം ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ അതിനേക്കാൾ അപ്പുറം എന്റെ മമ്മി. കാരണം എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. ഇന്നവരെ അങ്ങനെ വിഷമം വന്നാലും എന്ത് ഞാൻ പറഞ്ഞാലും അത് കേൾക്കാൻ ഒരു മനസ്സുണ്ട് പുള്ളിക്കാരിക്ക്. കേട്ട് അല്ലെങ്കിൽ മോളെ ഇന്നതുപോലെ ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം, എല്ലാ അഡ്വൈസും എനിക്ക് കൂടെ തരാറുണ്ട്. ഈ ഇദ്ദേഹം ഒരുപാട് കരയുന്ന ഒരാളാണോ എപ്പോഴും? അമ്മയുടെ കാര്യം പറയുമ്പോഴാണ് ആള് ബോൾഡാണ് എപ്പോഴും. എല്ലാ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാനുള്ള നല്ല കരുത്തുണ്ട്. കനൽ വഴിയിലൂടെയാണ് സഞ്ചരിച്ചത് കുട്ടിക്കാലം മുഴുവൻ. മനസ്സിലായി. അതിൻ്റെതായ ഭാരങ്ങൾ ഇങ്ങനെ മനസ്സിൽ തികട്ടി വരുന്നത് കൊണ്ടുള്ള പ്രയാസമാണ്. എനിക്കൊന്നും ഇപ്പം അമ്മയെ കുറിച്ചുള്ള ചിന്തകൾ താങ്കൾക്ക് മറക്കാൻ പറ്റില്ല. കാര്യം അമ്മ അങ്ങനെ ഒരു ദുരന്തത്തിലൂടെയാണല്ലോ അമ്മ മരിച്ചതും. ഈ ശരണ്യെ താങ്കൾ കണ്ടുപിടിക്കണം. കാര്യം അതിന് നിതീഷൊക്കെ സപ്പോർട്ട് ചെയ്യും അല്ലേ? നിതീഷ് യാത്ര പോവും, തമിഴ്നാട്ടിലൊക്കെ ഒന്ന് കറങ്ങി നടന്ന് അവര് ശരണ്യെ കണ്ടുപിടിച്ചു. അമ്മയ്ക്ക് പകരം അയാൾക്ക് ശരണ്യെ കിട്ടുമ്പോൾ തന്നെ അയാൾക്ക് ഒരു ആശ്വാസമാവുമല്ലോ. ഓക്കെ, നിതീഷിനെ ഉള്ള പണി കളയരുത്, ജീവിക്കാനുള്ള ജോലിയെ കളഞ്ഞിട്ട് അല്ലേ? ഓക്കെ, എന്ത് പണി ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്? നോക്കിയോ എന്തൊക്കെ ജോലിയാ നിതീഷ്? ഞാൻ എല്ലാം അന്വേഷിക്കാറുണ്ട്. ആണോ? ഇങ്ങോട്ടേക്ക് പോകുന്നൊക്കെ അന്വേഷിച്ചോ? എല്ലാം അന്വേഷിക്കാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ സിവിൽ കൺസ്ട്രക്ഷൻ സൂപ്പർവൈസർ ആണ് ഞാൻ. പറഞ്ഞ സൈറ്റൊക്കെ എന്നെ ഒന്ന് കൊണ്ട് കാണിക്കണം, എല്ലാം കാര്യം ഞാൻ അന്വേഷിക്കാറുണ്ട്. ആണോ? നല്ല കാര്യം. കാരണം നമ്മൾ അതൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. പിന്നെ ഒരുമിച്ച് 6 ദിവസം നമ്മൾ അങ്ങോട്ട് ഒരുമിച്ച് ജീവിക്കേണ്ട ആൾക്കാരല്ലേ. ലൈഫ് തുടങ്ങി, എന്നാൽ ഇനി അങ്ങോട്ട് കിടക്കുക. എല്ലാ കാര്യം അറിഞ്ഞിരിക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് സരസ്വ എഴുതിയ ഡയറിയെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് കൂടുതൽ കരഞ്ഞ് ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഡയറിയിൽ എഴുതാറുള്ളത്. എന്നെ അതിലെന്തെങ്കിലും ഡയറി സ്ഥിരമായി എഴുതുമോ അതോ വല്ലപ്പോഴും? ഇല്ല സാർ, ഞാൻ ഒരു 9th പഠിക്കുന്ന സമയത്ത്, 9th 10th SLCയുടെ സമയത്തൊക്കെയായിരുന്നു ഞാൻ കൂടുതൽ എഴുതുന്നത്, ഡയറി ഒക്കെ എഴുതുന്ന സമയം. അതിനുശേഷം ഞാനായിട്ട് നിർത്തിയതാണ്.
കാരണം അത് എഴുതുന്നത് എനിക്ക് അത്ര അങ്ങോട്ട്. ഇപ്പൊ മലയാളം നല്ല വശമല്ലേ? മലയാളം അറിയാം നന്നായി. തമിഴ് കൈവിട്ടു പോയി. തമിഴ് പോയി കൈവിട്ടു ഫുള്ള്. ഇപ്പൊ ഒട്ടും അറിയത്തില്ല. തമിഴ് കേട്ടാ മനസ്സിലാവോ? തമിഴ് കാണാൻ കുറേശ്ശെ മനസ്സിലാവും. തമിഴ് സിനിമയൊക്കെ കാണും. തമിഴ് സിനിമ കാണും. തമിഴ് പാട്ട് മനസ്സിലാവോ? കേൾക്കാനൊക്കെ ഇഷ്ടമാ, കാണാനും ഇഷ്ടമാ. ഏറ്റവും കൂടുതൽ തമിഴ് സിനിമ ഇഷ്ടം. ആണല്ലേ? ഓക്കെ. അപ്പൊ എന്തായിരുന്നു ഡയറി എഴുതി വെച്ചാൽ പറഞ്ഞില്ലല്ലോ, രഹസ്യമൊക്കെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ രഹസ്യങ്ങളായിട്ടൊന്നും ഇല്ല. ഇപ്പൊ ലൈഫിൽ സന്തോഷമായിട്ടുള്ള ഏത് നിമിഷം ഞാൻ എഴുതാറുണ്ട്. ഇപ്പൊ ഞാൻ SLC പാസ്സായത്, പിന്നെ എന്താ അങ്ങനെ ലൈഫിൽ എന്ത് നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടോ അതെല്ലാം ഡയറിയിൽ ഞാൻ എഴുതാറുണ്ട്. എനിക്ക് തോന്നണം എഴുതുമ്പോൾ, ആ സമയത്ത് ഞാൻ തോന്നും. പിന്നെ ഒത്തിരി വിഷമം എനിക്ക് ആരോടും പറയാൻ പറ്റിയില്ലെങ്കിൽ, ആരും കേൾക്കാനില്ലെങ്കിൽ ഞാൻ പോയി എഴുതി വെക്കും. 2-3 ലൈൻസ് കുറിക്കും, അത്രേ ഉള്ളൂ. അത് പേപ്പർ ഞാൻ തന്നെ കീറാൻ കളി. കാരണം നമ്മൾ എന്തിനാ മറ്റുള്ള അതായാലും വായിച്ച് പിന്നെ അത് ഒരു അതിന്റെ ആവശ്യമില്ലല്ലോ. ഈ ഡയറി എഴുതി കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും വായിക്കുന്നുണ്ടാവോ? അങ്ങനെ കൊടുക്കില്ല. ഇല്ല, ഞാൻ കൊടുക്കാറില്ല. ഇനി ഞാൻ അറിയാതെ ഇനിയിപ്പോ അതിനെടുത്ത് അതെങ്കിലും ഉള്ളൂ. അമ്മ വായിച്ചിട്ടുണ്ടോ? ഇടയ്ക്കൊരു ദിവസം ഞാൻ കണ്ടിരുന്നു അങ്ങനെ സരസ് ഡയറി എഴുതുമെന്ന് മനസ്സിലായി. അതിൽ മൊത്തം അമ്മയെ കുറിച്ച് ഓരോ കവിതകളും അങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കും. ഇപ്പൊ ഞാൻ വായിച്ചു പഠിച്ചോ? വായിച്ചിട്ട് ഞാനതങ്ങ് അടച്ചു വെച്ചു. അമ്മയെ കുറിച്ച് എന്തുവാ ഇയാളുടെ ഓർമ്മകൾ അതിലുള്ളത്? അമ്മയെ കുറിച്ചൊരു മോള് വർണ്ണിക്കുന്ന രീതിയിലൊക്കെ എനിക്കതൊന്നും ഇപ്പം പറയാൻ അറിയത്തില്ല. ഓക്കെ, വായിച്ചു. ശരി.